ഹൈറേഞ്ചിലെ കോട പുതച്ച ഏലക്കാടുകൾക്ക് വല്ലാത്തൊരു നിഗൂഢതയും ചോരയുടെ മണവുമുണ്ടെന്ന് പല കഥകളിലും സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അടിവാരത്ത് നിന്നും മല കയറി വരുന്ന ഓരോ കഥാകൃത്തും ആ നിഗൂഢതയിലേക്ക് ഊളിയിട്ടിറങ്ങും. നാളെ കാണാല. അതെന്നാ? എനിക്കൊന്ന് വീട് വരെ പോണായിരുന്നു. കണ്ണെത്താ ദൂരത്തേക്ക് പരന്നു കിടക്കുന്ന ഭൂസ്വത്തും പഴയ പുരാതന ക്രിസ്ത്യൻ തറവാടിന്റെ പ്രൗഢിയും എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത സമ്പത്തുമുള്ള 80 വയസ്സുകാരനായ ഔസേപ്പിന്റെയും 3 ആൺമക്കളുടെയും കഥ പറയുന്ന മാജിക്കൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ഔസേപ്പിന്റെ ഒസ്യത്ത്. എത്ര തന്നെ സമ്പത്തുണ്ടെങ്കിലും തന്റെ കയ്യിലുള്ള ഓരോ രൂപയ്ക്കും തന്റെ പറമ്പിൽ വീഴുന്ന ഓരോ വിളകൾക്കും കൃത്യമായ കണക്കുണ്ട് ഔസേപ്പിന്റെ കയ്യിൽ. ആ വലിയ തറവാട്ടിൽ അയാൾ ഒറ്റയ്ക്കാണ് ഇപ്പോഴും താമസിക്കുന്നത്. തന്റെ മക്കളോടും പേരക്കുട്ടികളോടും അതിയായ സ്നേഹമുണ്ട് ഔസേപ്പിന്. പക്ഷേ അതിനും ഒരടി മുകളിലാണ് ഔസേപ്പിന് തന്റെ സമ്പത്തിനോടുള്ള സ്നേഹം. ഇത്തവണ അപ്പന്റെ പിറന്നാൾ നമുക്ക് അങ്ങ് ആഘോഷമാക്കിയാലോ? അത് നല്ല ഐഡിയ. എന്നാത്തിനാടാ? വീതം വെപ്പിനാണോ? മൂത്ത മകൻ മൈക്കിൾ ഒരു സാധുവാണ്. സ്വന്തം താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാൻ മറന്നുപോയാൻ. അപ്പൻ പറഞ്ഞതനുസരിച്ച് അയാൾ പറയുന്ന ജോലി ചെയ്ത് അയാൾ പറഞ്ഞ പെൺകുട്ടിയെ വിവാഹം ചെയ്ത് ജീവിക്കുന്നവൻ. സത്യത്തിൽ അമ്മ മരിച്ചതോടെ കരിഞ്ഞു പോയതാണ് മൈക്കിളിന്റെ ജീവിതം. അപ്പന്റെയും ഭാര്യയുടെയും പെരുമാറ്റങ്ങൾ നിരന്തരം തലവേദന സൃഷ്ടിക്കുന്നുണ്ട് അയാൾക്ക്. നിങ്ങൾ നിങ്ങളുടെ അപ്പനെ കെട്ടിപ്പിടിച്ചോണ്ട് ഈ കാട്ടുമുക്കിൽ ഇരിക്കത്തേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്റെ ജീവിതം ഇവിടെ കിടന്ന് നശിച്ചു. രണ്ടാമത്തെ മകൻ ജോർജ്. കുറച്ചും കൂടെ ഉശിരുണ്ട് ജോർജിന്. പോലീസിൽ ഇൻസ്പെക്ടറായാണ് അയാൾ ജോലി ചെയ്യുന്നത്. ഔസേപ്പിനെ അല്ലാതെ മറ്റാരെയും ജോർജിന് പേടിയില്ല. അളവറ്റ സഹോദര സ്നേഹവും അപ്പനോടുള്ള തികഞ്ഞ ബഹുമാനവും ചേരുന്ന ഒരു മകൻ കൂടിയാണ് ജോർജ്. പക്ഷേ കഥയുടെ പല സന്ദർഭങ്ങളിലും അയാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അയാളെ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. വേറെ ഒരു വഴിയില്ലാത്തോണ്ടാ ഞങ്ങൾ ഈ നേരത്ത് വന്ന് ഒന്ന് സഹായിക്കപ്പാ. ഇളയവനായ റോയിയെ മൈക്കിളിനും ജോർജിനും വളരെയധികം ഇഷ്ടമാണ്. ചിലപ്പോൾ ഒരപ്പന്റെ അധികാരം റോയിയുടെ അടുത്ത് പലപ്പോഴും ജോർജ് എടുത്തിട്ടുണ്ട്. പിന്നെ ചേട്ടന്മാരാകുമ്പോൾ അനിയന്മാരെ തല്ലിന്നൊക്കെ ഇരിക്കും. അത് നന്നാൻ വേണ്ടിയിട്ട്. റോയ്ക്ക് സ്ഥിരവരുമാനമൊന്നുമില്ല. കാടും മലയും കയറി നടക്കുന്ന റോയ്ക്ക് സ്വന്തമായൊരു പ്രണയമുണ്ട്. ബന്ധുക്കളോടും സഹജീവികളോടും സ്നേഹവും സത്യസന്ധമായ പരിഗണനയും റോയ്ക്കുണ്ട്. ഒരു അത്യാവശ്യ കാര്യത്തിന് ഔസേപ്പിനോട് കുറച്ച് പണം കടം ചോദിക്കുന്നുണ്ട് റോയ്. അവനത് ചോദിച്ചതിന്റെ പേരിൽ അവനെ കണക്കിന് പരിഹസിച്ച് വിടുന്നുണ്ട് ഔസേപ്പ്. നാട്ടുകാരുടെ കാര്യം നോക്കി ഇങ്ങനെ തേരാപ്പാറ് നടക്കാതെ നീ നിന്റെ സ്വന്തം കാര്യം നോക്കാൻ പഠിക്കടാ. കുടുംബത്തിന് എന്തെങ്കിലും ഗുണം കിട്ടണ്ടേ? അയാൾക്ക് മകനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല, സമ്പത്തിനോടുള്ള അതിയായ സ്നേഹം കൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം തരണ്ട, എന്നാ ആണെന്ന് എനിക്കറിയാം കേട്ടോ. അപ്പനെ വെല്ലുവിളിച്ചാണ് ആ പകലിൽ റോയ് തിരിച്ചു പോകുന്നത്. അതേ രാത്രിയിൽ തന്നെ ജോർജും മൈക്കിളും തങ്ങൾ ബിസിനസ് ചെയ്ത് കടക്കണിയിൽ പെട്ടതിന്റെ പേരിൽ കുറച്ച് പണം ചോദിക്കാനായി ഔസേപ്പിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട്. അവരോടും അത്ര നല്ല രീതിയിലല്ല ഔസേപ്പ് പെരുമാറുന്നത്. പക്ഷേ അന്ന് രാത്രിയിൽ അപ്രതീക്ഷിതമായി നടക്കുന്ന ഒരു സംഭവം, ജോർജിന് സംഭവിക്കുന്ന ഒരു കയ്യബദ്ധം സിനിമയെ, കഥയെ, കാണുന്ന പ്രേക്ഷകനെ തകിടം മറിച്ച് കളയുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിനിടയ്ക്ക് ഇതോട് അറിഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. രാത്രിയുടെ തീഷ്ണതയിൽ, ഇരുണ്ടുകൂടുന്ന നിശബ്ദതയിൽ, പെയ്തിറങ്ങുന്ന മഴയിൽ ഒരുപാട് സത്യങ്ങൾ മണ്ണിൽ മൂടപ്പെടുന്നു. പിറ്റേ ദിവസം രാവിലെ നനവുണങ്ങാത്ത മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ഔസേപ്പിനെ പകപ്പോടെ നോക്കുന്ന പ്രകൃതിയും, നിരന്തരം കൈ സോപ്പിട്ട് കഴുകുന്ന മൈക്കിളും, തീനാളത്തിലേക്ക് നിശബ്ദനായി നോക്കി നിൽക്കുന്ന ജോർജും അന്തരീക്ഷത്തിൽ എന്തോ വലിയൊരു സത്യത്തെ ഒളിപ്പിച്ചു വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അങ്ങോട്ട് സത്യം അന്വേഷിക്കുന്നവരുടെയും സത്യം മറച്ചു പിടിക്കുന്നവരുടെയും ഇതിന് രണ്ടിനും ഇടയിൽപ്പെട്ട് നിശബ്ദമായി അലറിക്കരയേണ്ടി വരുന്നവരുടെയും കാഴ്ചകൾ പ്രേക്ഷകന്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ഔസേപ്പിന്റെ മരണം ഈ നിഗൂഢതകൾക്കെല്ലാം ആഴം കൂട്ടുന്നു. ഔസേപ്പിന്റെ മരണശേഷം വായിക്കുന്ന ഒസ്യത്ത് കേൾക്കുമ്പോൾ പ്രേക്ഷകനും ഔസേപ്പിന്റെ മക്കളും ഒരുപോലെ ഞെട്ടിത്തെരിക്കുന്നുണ്ട്. അയാളുടെ പെരുമാറ്റവും ആ വായിച്ച ഒസ്യത്തും തമ്മിൽ വലിയ അന്തരമുണ്ടായിരുന്നു. ഇത് 8-10 വർഷം മുമ്പ് എഴുതിയതില്ല. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഔസേപ്പിണ്ടത്തിൽ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞായിരുന്നു. കഥ മുന്നോട്ട് പോകും തോറും ജോർജിനെ പോലെ മൈക്കിളിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. തൻ്റെ കുട്ടിക്കാലം മുതൽ താൻ ഉള്ളിൽ പേറി നടക്കുന്ന ഒരുപാട് കുറ്റബോധങ്ങൾ അയാളെ വീണ്ടും വീണ്ടും ആഴത്തിൽ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് പറ. അയാളെ ഒരിക്കൽ പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത, ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലും അയാളുടെ കൂടെ ഒന്ന് ചേർന്ന് നിൽക്കാൻ തയ്യാറാകാത്ത അയാളുടെ ഭാര്യ അയാളെ ഇട്ടിട്ട് പോകുന്നുണ്ട്. അതുകൂടാതെ ജോർജുമായിട്ടുണ്ടാവുന്ന വാക്കുതർക്കം കൂടിയാകുമ്പോൾ ആ വലിയ തറവാട്ടിൽ അയാൾ ഒറ്റയ്ക്കായി പോകുന്നുണ്ട്. അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു രാത്രിയിൽ ആ തറവാട്ടിലേക്ക് ജോർജിനെ വിളിച്ചു വരുത്തി മൈക്കിൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ വാക്കുകളിലുണ്ട് മൈക്കിൾ എന്താണെന്നുള്ളത്. അമ്മച്ചിയുടെ സ്പേസ് അമ്മച്ചി പോയപ്പോൾ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയില്ല.
ആ തറവാടിൻ്റെ നിശബ്ദതയിലേക്ക് ഒരു ഏച്ചുകെട്ടലുമില്ലാതെ വളരെ ശാന്തമായി വന്നിറങ്ങുന്ന ക്ലൈമാക്സ് കൂടി ആകുമ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ നമുക്ക് സമ്മാനിക്കുന്നത്. മൈക്കിളായി ദിലീഷ് പോത്തനും, ജോർജായി കലാഭവൻ ഷാജോണും, ഔസേപ്പായി വിജയരാഘവനും വളരെ ആഴത്തിലുള്ള പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. മഞ്ഞു പുതച്ച മലമടക്കുകളിലെ രഹസ്യങ്ങൾ തളം കെട്ടി കിടക്കുന്ന ഒരു തറവാടിൻ്റെയും അവിടുത്തെ ജീവിതങ്ങളുടെയും കഥ പറയുന്ന അപൂർവ സിനിമാ കാഴ്ചയാണ് ഔസേപ്പിൻ്റെ ഒസ്യത്ത്.